എന്ത് നടപടിയും എന്റെ മേലെടുക്കാൻ അധികാരമുള്ളവനാണ്. ആ നിലയ്ക്ക് എന്നെ പരിപാലിച്ചു വരുന്ന റബ്ബിനുള്ളവരാണ് ഞങ്ങളെല്ലാം. മാത്രമല്ല, ഇനി അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ഈ ജീവിതം അങ്ങ് അവസാനിച്ചു കഴിഞ്ഞാൽ വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെയും അവങ്കലേക്ക് തന്നെ മടങ്ങിച്ചെല്ലേണ്ടവരുമാവുന്നു. ഓ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയുന്നവരാണ് സാബിരീങ്ങൾ, ഇങ്ങനെ പറയുന്നവരാണ് സഹനമുള്ളവർ. അവരോട് സന്തോഷ വാർത്ത അറിയിക്കണം. എന്താണ് സന്തോഷം? എന്താണ് അവരോട് പറയാനുള്ള വാർത്ത? എന്താണ്? ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മത്തുൻ, അക്കൂട്ടർക്ക് അല്ലാഹുവിങ്കൽ നിന്ന് വലിയ ഗുണങ്ങൾ കിട്ടാനുണ്ട്. ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. ഒട്ടേറെ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുന്നതാണ്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് നേർമാർഗത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നവർ. അവർ തന്നെയാണ് ഹിദായത്ത് ലഭിച്ചിട്ടുള്ളവർ. അവർ തന്നെയാണ് നേരിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവർ. ഓ പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്ഷമ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമുക്ക് നമ്മുടെ മറ്റുള്ള പല ആളുകളുടെയും മരണവാർത്തകൾ കേൾക്കുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പ, അതുപോലെ തന്നെ നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികൾ ആരാവട്ടെ, ആ മരണത്തിന്റെ ഘട്ടത്തിൽ, ആപത്തുകൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ, പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ആദ്യ ഘട്ടത്തിലാണ് ക്ഷമയും സഹനവും വേണ്ടത്. ആദ്യ ഘട്ടത്തിലാണ് ക്ഷമയും സഹനവും വേണ്ടത്. കുറെ കഴിഞ്ഞാൽ സ്വാഭാവികമായും മനുഷ്യരുടെ മനസ്സിനൊരു ചേഞ്ച് വരും, ഒരു മാറ്റം വരും. പക്ഷേ ആ ദിവസങ്ങളിൽ ക്ഷമിക്കുന്നതല്ല, അതിന്റെ മുമ്പേ ആപത്തിന്റെ വാർത്തയങ്ങ് കേൾക്കുന്ന വേളയിൽ തന്നെ, ആദ്യ നിമിഷത്തിൽ തന്നെ സഹിക്കാൻ എനിക്കും നിങ്ങൾക്കും ഈമാനുണ്ടോ? നമുക്ക് ക്ഷമിക്കാൻ ഈമാനികമായ ദൃഢതയുണ്ടോ? അതാണ് സഹനമെന്ന്, അതാണ് ക്ഷമയെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് ദിവസങ്ങൾ പിന്നിടും തോറും മരണത്തിന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളുമൊക്കെ മനുഷ്യ മനസ്സില്ലെന്ന് മറഞ്ഞു പോവുക സ്വാഭാവികമാണ്. അത് അല്ലാഹു നിശ്ചയിച്ച ഒരു സുന്നത്തുമാണ്. അല്ലാതെ ഏത് കാലത്തും മനുഷ്യന്റെ ആ മനസ്സ് വേദനിച്ചു കൊണ്ടിരുന്നാൽ ദുന്യാവിലെ ഒരു കാര്യങ്ങളും പിന്നെ നടക്കില്ല. മനുഷ്യന് ജോലി ചെയ്യാനാവില്ല, ഭക്ഷണം കഴിക്കാനാവില്ല, ഉറങ്ങാനാവില്ല. അതുകൊണ്ട് തന്നെ മറവി ആ വിഷയത്തിൽ അല്ലാഹു നൽകുന്ന ഒരു അനുഗ്രഹം തന്നെ. പക്ഷേ നമുക്ക് കുറെ കാലം കഴിഞ്ഞിട്ടുള്ള സഹനമല്ല പ്രിയപ്പെട്ടവരെ വേണ്ടത്. അപകടം സംഭവിക്കുമ്പോ, അതേത് അപകടമായാലും, മരണമാവട്ടെ, ഏത് നിലക്കുള്ള പരീക്ഷണങ്ങളാവട്ടെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടേതായ ആ നിലക്കൊന്ന് സംഭവിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിലെ, പ്രഥമഘട്ടത്തിലെ സഹനമാണ് വേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് നോക്കൂ. അതാ പ്രവാചകന്റെ കാലത്തൊരു സംഭവം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിംറഅത്തിൻ തബ്കി ഇൻദ ഖബറിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ബറയിലൂടെ നടന്നു പോകുമ്പോ ഒരു സ്ത്രീ അതാ ഒരു ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയുന്നു. സഹനമില്ലാതെ, ക്ഷമയില്ലാതെ അവര് കരയുകയാണ്, പലതും അവര് പറയുകയാണ്. ആ ഘട്ടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, ഓ സഹോദരി, അല്ലാഹനെ സൂക്ഷിക്കണേ, ഇങ്ങനെ അലമുറയിട്ട് കരയാൻ പാടില്ല, ഒന്ന് ക്ഷമിക്കൂ, ഒന്ന് സഹിക്കണേ എന്ന് ആ സ്ത്രീയോട്, ആ സഹോദരിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുക്കുന്നു. ഫഖാലത്തി, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇലൈക അന്നീ, എന്റെ അടുക്കൽ നിന്ന് പോ. എന്നോട് ഉപദേശിക്കാൻ വന്നിരിക്കുകയാണോ? എന്റെ അടുക്കൽ നിന്ന് മാറിപ്പോകൂ. ഫഇന്നക ലം തുസബ് ബിമുസീബതി, താങ്കൾക്ക് എനിക്ക് ബാധിച്ച മുസീബത്ത് അങ്ങേക്ക് ബാധിച്ചിട്ടില്ലല്ലോ. എനിക്ക് ബാധിച്ച മുസീബത്ത് നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ലാത്തത് കൊണ്ടുള്ള ഉപദേശമല്ലേ ഇതൊക്കെ? നിങ്ങളാണ് എന്റെ സ്ഥാനത്തെങ്കിൽ കാണാമായിരുന്നു. ഓ പ്രിയപ്പെട്ടവരെ, എത്ര ശൗര്യത്തോടെയാണ്
ഗൗരവത്തിലാണ്, എത്ര ഗൗരവത്തിലാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. എന്തേ കാരണമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയോ? വലം തഅരിഫുഹു, വാസ്തവത്തിൽ ആ സഹോദരിക്ക് അള്ളാന്റെ റസൂലാണ് ഇപ്പൊ തന്റെ മുമ്പിൽ നിൽക്കുന്നത്, അള്ളാന്റെ റസൂലാണ് ഈ ഉപദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് അവർ സംസാരിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് മുന്നോട്ട് നടന്നുപോയി. പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ആ സ്ത്രീ ഇങ്ങനെ പ്രതികരിച്ചപ്പോ നബി തങ്ങൾ അങ്ങ് മുന്നോട്ട് പോയി. ഫഖീല ലഹാ, അപ്പോഴാണ് ഈ പെണ്ണിനോട്, ഈ സഹോദരിയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, ഇന്നഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിപ്പോ ഗൗരവത്തിൽ സംസാരിച്ചത് ആരോടാണെന്ന് മനസ്സിലായോ? അള്ളാന്റെ റസൂലിനോടാ നിങ്ങളിപ്പോ സംസാരിച്ചത്. അള്ളാന്റെ റസൂലാ നിങ്ങളോട് സംസാരിച്ചത്. ആ റസൂലിനോടാണോ നിങ്ങൾ ഇത്രയും ഗൗരവത്തിൽ സംസാരിച്ചത്? ആ സഹോദരിക്ക് വല്ലാത്ത വിഷമമായി, സങ്കടമായി. ഫാത്തത്ത് ബാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സഹോദരി അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ കവാടത്തിന്റെ മുമ്പിൽ എത്തി നോക്കിയപ്പോ ഫലം തജിദ് ഇൻദഹു ബവാബീൻ, ആ വാതിൽക്കലൊരു പാറാവുകാരുമില്ല. നേതാവിന്റെ അടുക്കലേക്ക് കയറാൻ പ്രയാസമില്ല. അവിടുത്തെ വിനീതമായ സ്വഭാവമാണത്. അങ്ങോട്ട് കയറി ചെല്ലാൻ ഒരു പാറാവുകാരും തടസ്സമല്ല. അങ്ങനെ നബി തങ്ങളുടെ സമീപത്തേക്ക് കയറി ചെന്നുകൊണ്ട് ഫഖാലത്ത്, ആ സഹോദരി പറയുകയാണ്, ലം അഅരിഫ്ക, അങ്ങയെ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ സഹോദരി എന്നുകൊണ്ട് അതാ മാപ്പ് ചോദിക്കുകയാണ്. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒരു ഉപദേശമുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള കാര്യം. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ആ സഹോദരിയോടതാ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു ഉപദേശം കൊടുക്കുന്നു. ഇന്നമസ്സബ്റു ഇൻദസ്സദമത്തിൽ ഊലാ, ക്ഷമയും സഹനവുമൊക്കെ നമുക്കുണ്ടാകുന്ന ആദ്യ ഷോക്കിന്റെ സമയത്താണ്. ആദ്യമായിട്ട് നമുക്ക് അപകടകരമായ, പ്രയാസകരമായ, അത്യന്തം വേദനാജനകമായ ഒരു വാർത്ത കിട്ടുമ്പോ ആദ്യഘട്ടത്തിലാണ് ക്ഷമ വേണ്ടത് കേട്ടോ, സഹനം വേണ്ടത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുക്കുന്നു. ഇവിടെ എന്താണ് പ്രിയപ്പെട്ടവരെ? ആ സഹോദരിയതാ കുട്ടി മരിച്ചിട്ട് കുട്ടിയുടെ ഖബറിങ്കൽ നിന്നുകൊണ്ടാണ് പൊട്ടിക്കരഞ്ഞ് വിലപിക്കുന്നത്. ആ ഘട്ടത്തിൽ അതാ ആ സ്ത്രീയതാ പരിസരം മറന്നുകൊണ്ട് സംസാരിക്കുകയാണ്. നബിതങ്ങളാണെന്ന് മനസ്സിലായിട്ടുമില്ല. എന്നാലും ആ ഷോക്കിലതാ എടുത്തു ചാടി മറുപടി പറഞ്ഞല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു. കുറെ കഴിഞ്ഞിട്ടല്ല ക്ഷമ വേണ്ടത്, കുറെ കഴിഞ്ഞിട്ടല്ല സഹനം വേണ്ടത്. നമുക്കുണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ തന്നെയാണ് ക്ഷമയും സഹനവുമൊക്കെ വേണ്ടത്. അതിന് മാത്രമേ അല്ലാഹു ഓഫർ ചെയ്തിട്ടുള്ള വലിയ പ്രതിഫലം നമുക്ക് കിട്ടൂ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞു കൊടുത്തതിന്റെ ആശയം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കണം, സഹിക്കണം എന്നൊക്കെ പറയുന്നത് കുറെ കഴിഞ്ഞിട്ട് വേണ്ട സംഗതിയല്ല, കുറെ കഴിഞ്ഞിട്ട് വേണ്ട സംഗതിയല്ല. ഉടനെ തന്നെ സഹിക്കാനും ക്ഷമിക്കാനുമാകണം. ആ പറയുന്ന വാചകം മനസ്സറിഞ്ഞിട്ടാണ് പറയേണ്ടത്. എന്താണ് ആ പറയുന്ന വാചകം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിങ്ങനെ മനസ്സറിയാതെ പറയേണ്ടുന്ന ഒരു വാചകമല്ല. അത് മനസ്സറിഞ്ഞു പറഞ്ഞവർക്ക് ക്ഷമകേട് കൊണ്ട് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊരിക്കലും സാധ്യമല്ല. അതിനവന് തോന്നുകയുമില്ല. വിരോധിക്കപ്പെട്ട നിലക്കുള്ള ഒരു വിലാപങ്ങളും പാടില്ല. കാരണം അവൻ മനസ്സിലാക്കുന്നത് അല്ലാഹു എനിക്ക് നൽകിയത് അങ്ങനെയാണ്, അല്ലാഹു എനിക്ക് വിധിച്ചത് അങ്ങനെയാണ്. ഞാൻ സഹിച്ചേ പറ്റൂ, ഞാൻ ക്ഷമിച്ചേ പറ്റൂ. ആ നിലയ്ക്ക് മനുഷ്യൻ അങ്ങനെ പ്രത്യേകമായ ക്ഷമ വേണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതാണ് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുവാൻ ആവശ്യമായ ഒട്ടേറെ സന്തോഷകരമായ വാർത്തകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരാൾക്ക് സഹിക്കാനാവാത്ത മരണമല്ലേ അയാളുടെ പിഞ്ചുമകൻ മരിക്കുന്നത്.
അതല്ലെങ്കിൽ പിഞ്ചുബാലിക മരിക്കുന്നത്, അതല്ലെങ്കിൽ മക്കളുടെ മരണം. ഏതുമ്മയ്ക്കാണ് സഹിക്കാനാവുക? ഏത് ഉപ്പയ്ക്കാണ് സഹിക്കാനാവുക? കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കിക്കൊണ്ട് വളർത്തിയുണ്ടാക്കിയ സന്താനങ്ങൾ ഒരു ദിവസം അങ്ങ് പെട്ടെന്ന് വേർപിരിയുമ്പോ അത് സഹിക്കാനാവില്ലല്ലോ രക്ഷിതാക്കൾക്ക്, അതിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈമാനുള്ള സ്ത്രീ പുരുഷന്മാര് സഹിക്കാനും ക്ഷമിക്കാനും വേണ്ടിയതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടേറെ സന്തോഷ വാർത്തകൾ ആ വിഭാഗത്തിന് അറിയിക്കുന്നു. അതിൽ വിശ്വസിക്കുകയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അവന് സഹിക്കാനാകും, അപ്പോൾ അവന് ക്ഷമിക്കാനാകും. നിങ്ങൾ നോക്കൂ,